ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഓഫീസർ ഇമ്പോർട്ടൻ്റ് പോർഷൻ ടു റിവൈസ്. അപ്പം നമ്മൾ മൊഡ്യൂൾസ് 10 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊരു ഓവറോൾ ഡിസ്കഷനാണ്. ഏതൊക്കെ പോർഷനാണ് നമുക്ക് റിവൈസ് ചെയ്യേണ്ടത്, അതിലേതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്, ജസ്റ്റ് 10 മൊഡ്യൂൾസിലും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്നത്, നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് എന്തൊക്കെയാണൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാനുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. മൊഡ്യൂൾ 1 എന്താണ്? ബുക്ക് കീപ്പിംഗ് അപ് ടു ട്രയൽ ബാലൻസിങ്. ബുക്ക് കീപ്പിംഗ് മുതൽ ട്രയൽ ബാലൻസിങ് ആണ് നമ്മൾ എന്തിൽ പഠിച്ചത്? മൊഡ്യൂൾ 1 പഠിച്ചത്. അപ്പം ബുക്ക് കീപ്പിംഗ് എന്താണെന്നൊക്കെ നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നമ്മൾ ബുക്ക് കീപ്പ് ചെയ്യുന്നതിനെയാണ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ജേണൽ ചെയ്യുന്നുണ്ട്, ലെഡ്ജർ ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, പിന്നെന്താ ബാലൻസ് ഷീറ്റ്. അപ്പോൾ അവിടെ ട്രയൽ ബാലൻസിങ് വരെയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്. ആദ്യം എന്താ പഠിച്ചത്? ടേംസ് ഓഫ് അക്കൗണ്ടിങ്. നമുക്ക് കുറേ പുതിയ ടേമുകൾ നമ്മൾ അക്കൗണ്ടിങ് എന്താണെന്നും അക്കൗണ്ടൻസി എന്താണെന്നും ബുക്ക് കീപ്പിംഗ് എന്താണെന്നും ഒക്കെ ഉള്ള ടേംസുകൾ നമ്മളെ പഠിച്ചു. പിന്നെന്താ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് പഠിച്ചു. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ, കോസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ ബ്രാഞ്ചസ് ആണ്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. എന്തൊക്കെയുണ്ട്? റിലയബിലിറ്റി, കമ്പാരബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി, റിലവൻസ്, ഇതൊക്കെ എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെന്താ നമ്മൾ പഠിച്ചത്? അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ ഒരു ബേസ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. എന്താണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ലൈബിലിറ്റിയും കണ്ടുപിടിക്കാം, ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അസറ്റ്, ഈ ബേസിക് ആയിട്ട് ഇക്വേഷനാണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. പിന്നെന്താണ് നമ്മളതിൽ പഠിച്ചത്? എങ്ങനെ ജേണൽ എഴുതാം, റെക്കോർഡിംഗ് ഓഫ് ജേണൽ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ജേണലിലോട്ട് മാറ്റാം. പിന്നെ നമ്മൾ സബ്സിഡറി ബുക്സുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. എന്തൊക്കെ സബ്സിഡറി ബുക്സുകളാണുള്ളത്? ക്യാഷ് ബുക്ക് ഉണ്ട്, പർച്ചേസ് ബുക്കുണ്ട്, സെയിൽസ് ബുക്കുണ്ട്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ ബുക്സുകളുണ്ട്, ബിൽസ് റിസീവബിൾ ബുക്സ്, ബിൽസ് പേബിൾ ബുക്ക്, ജേണൽ പ്രോപ്പർ. ഇത്രയും നമുക്ക് എന്തൊക്കെയുണ്ട്? ടൈപ്പ് ഓഫ് സബ്സിഡറി ബുക്സുകളുണ്ട്. അപ്പം ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അതിൽ എങ്ങനെയാണ് റിട്ടേൺ വരുന്നത്, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ വരുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. പർച്ചേസ് റിട്ടേൺ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പർച്ചേസ് റിട്ടേൺ എങ്ങനെയാണ്? റിട്ടേൺസ് എങ്ങനെയുള്ള റിട്ടേൺസ് ആണ്? ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് പർച്ചേസ് റിട്ടേൺ. സെയിൽസ് റിട്ടേണോ? റെക്കോർഡഡ് റിട്ടേൺ ഓഫ് ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്. സെല്ല് ചെയ്യുന്നത് ക്രെഡിറ്റിലാകുമ്പം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് സെയിൽസ് റിട്ടേൺ ബുക്ക്. അപ്പോൾ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ബിൽസ് റിസീവബിൾ ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ബിൽസ് പേബിൾ ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ജേണൽ പ്രോപ്പർ, ഇതൊക്കെ എന്താണ് സബ്സിഡറി ബുക്സുകളാണ്. ഒരു ബിസിനസ് എൻറ്റിറ്റീസിൻ്റെ സബ്സിഡറി ബുക്സ് ആണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവർ ആ ക്ലാസ് ഒന്നുകൂടെ എടുത്ത് ജസ്റ്റ് നോക്കുക. ഈ ടേമുകളെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ബാലൻസിങ് മെത്തേഡ്, ട്രയൽ ബാലൻസിങ് മെത്തേഡ്. പിന്നെ നമ്മൾ ഇറേഴ്സ് പഠിച്ചു. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇറേഴ്സ്, ഒരുപാട് 4, 5, 6 ടൈപ്പ് ഇററോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇറർ ഓഫ് ഒമിഷൻ, ഇറർ ഓഫ് കമ്മീഷൻ, ഇറർ ഓഫ് പ്രിൻസിപ്പിൾ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓരോ പ്രിൻസിപ്പിളിൻ്റെ ബേസിസിൽ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിസിൽ ഇറർ സംഭവിച്ച ഇറർ ഓഫ് പ്രിൻസിപ്പിൾ. എന്തെങ്കിലും കമ്മീഷൻ, ഒമിഷൻ എന്ന് വെച്ചാൽ വിട്ടുപോവുക, ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുമ്പോൾ വിട്ടുപോകുന്നത്. പിന്നെ എന്താണ്? ലിമിറ്റേഷൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 1 നമ്മൾ പഠിച്ചു പോയത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് സബ്സിഡറി ബുക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അക്കൗണ്ടിങ് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇറേഴ്സ്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് മൊഡ്യൂൾ 2 ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അത് നമുക്കൊരു 3 മാർക്ക്, കഴിഞ്ഞ മൊഡ്യൂളിൽ നമുക്കൊരു 3 മാർക്കിനാണ് ചോദിക്കുന്നത്. ഈ രണ്ടാമത്തെ മൊഡ്യൂൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, അപ്പോൾ അത് 3 മാർക്കിനാണ് നമുക്ക് വരുന്നത്. അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് ട്രേഡിംഗ് അക്കൗണ്ട് പറഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ ഇക്വേഷൻ വെച്ച് നമ്മൾ പഠിച്ചതാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കാണുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ അവിടെ പഠിച്ച സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസസ് ആഡ് ചെയ്ത് ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയായിരുന്നു?
നെറ്റ് റവന്യൂവിൽ നിന്ന് നമുക്ക് ഈ കിട്ടിയ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ട് പ്രോബ്ലമാണ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം, ആ രണ്ട് പ്രോബ്ലം ചോദിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ്, അത് നമ്മൾ പഠിച്ചു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിൽ നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസ് നമ്മൾ പഠിച്ചു. ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് വരുമെന്ന് പഠിച്ചു. ബാലൻസ് ഷീറ്റ് ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെന്താ, മാർഷലിംഗ് പഠിച്ചു. അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, നമുക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എടുക്കാത്ത കുറേ ഐറ്റംസ് ഉണ്ടാവും, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. മാർഷലിംഗ് മീൻസ് ഗ്രൂപ്പിംഗ് എന്നാണ് ആ ഒരു ടേം. അപ്പം ഇതെല്ലാം സെക്കൻഡ് മൊഡ്യൂൾസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ പാർട്ടുകളെല്ലാം കണ്ടാൽ മനസ്സിലാവും. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോബ്ലമാണ് മെയിനായിട്ട് വരുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലും മെയിനായിട്ട് ഈ ഒരു പോർഷൻ, ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ 3 എന്താണ്, ഡിപ്രീസിയേഷൻ, സിങ്കിങ് ഫണ്ട്, റിസർവ് ഫണ്ട്, സീക്രട്ട് റിസർവ്. ഇത് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാം. ഇതിൽ എന്താണ് ഈ ടേം എന്ന് ഡിഫൈൻ ചെയ്യാനായിരിക്കും. ചിലപ്പോൾ സിങ്കിങ് ഫണ്ട് എന്തെന്നായിരിക്കും, സിങ്കിങ് ഫണ്ട് എന്തിനു ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സീക്രട്ട് റിസർവ് എന്തിനു ഉപയോഗിക്കുന്നു എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. എന്തായാലും ടേം വെച്ചിട്ട് അത് ഇപ്പോൾ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ട് ഇത് ഏത് ഫണ്ടാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഡിപ്രീസിയേഷനും ഫ്ലക്ച്വേഷനും എന്താണെന്ന് പഠിച്ചു, ഒബ്സലൻസ് എന്താണെന്ന് പഠിച്ചു, ഫിക്സഡ് സ്ട്രേറ്റ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡുകൾ, ഇത് പ്രോബ്ലമാണ്. ഡിമിനിഷിങ്, റിട്ടേൺ ഡൗൺ, റെഡ്യൂസിങ്, ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതി കളയുന്നത് ഡിമിനിഷിങ്ങിലാണോ, ഏത് മെത്തേഡാണ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണോ, ഡിമിനിഷിങ് മെത്തേഡിലാണോ എന്നൊക്കെയാണ് നമ്മൾ ഈ 3ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത്. അതിൽ പ്രോബ്ലം നമുക്ക് വന്നില്ലെങ്കിലും ഈ ടേമുകൾ നമുക്ക് റിസർവ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. റിസർവ് എന്താണ്, പ്രൊവിഷൻ എന്താണ്, ഇത് രണ്ട് ടേം തന്നെയാണ്. അതുകൊണ്ട് രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കണം. റിസർവുകൾ എന്താണ്, പ്രൊവിഷൻ എന്താണ് എന്നുള്ളത്. അപ്പം എന്താണ് റിസർവ്, എന്താണ് പ്രൊവിഷൻ? റിസർവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനി നമ്മുടെ പ്രോഫിറ്റിൽ നിന്നും എല്ലാ വർഷവും മാറ്റുന്ന ഒരു തുക തന്നെയായിരിക്കും. ഒരു ഫിക്സഡ് എമൗണ്ട് റിസർവിലോട്ട് നമ്മൾ മാറ്റും. പക്ഷേ പ്രൊവിഷൻ അങ്ങനെയല്ല, ഒരു അൺനോൺ ലയബിലിറ്റി ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ചാർജാണ്. ആ ലയബിലിറ്റിക്ക് ആ ഒരു വർഷത്തിലുണ്ടാകുന്ന ലയബിലിറ്റി ചാർജ് ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റിൽ നിന്ന് മാറ്റുന്നതാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അതിനൊരു ലിമിറ്റൊന്നും ഇല്ല. സോ അത് നമ്മൾ അതാത് വർഷങ്ങളിൽ മീറ്റ് ചെയ്യേണ്ട അൺനോൺ ലയബിലിറ്റീസ് ഒക്കെ വരുമ്പോൾ മീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റുന്നതാണ്. പിന്നെ എന്താണ് സീക്രട്ട് റിസർവ്? അതിൻ്റെ മറ്റൊരു പേരാണ് ഹിഡൻ റിസർവ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിലൊന്നും കാണിക്കത്തില്ല. അത് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിനെ ഒന്നും എക്സ്റ്റേണലി ഉള്ള ഷെയർ ഹോൾഡേഴ്സിനെ ഒന്നും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഒന്നും കാണിക്കേണ്ട എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് നീക്കിയിരിപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്, സീക്രട്ട് റിസർവ് എന്ന് പറയുന്നത്. അപ്പം ഈ പാർട്ടിൽ നമുക്ക് പിന്നെ ചോദിക്കുന്നത് സിങ്കിങ് ഫണ്ട് എന്തെന്നായിരിക്കും. സിങ്കിങ് ഫണ്ട് എന്താണ്? സിങ്കിങ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോസ് എക്സ്പെൻസസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സിങ്കിങ് ഫണ്ട് നമ്മൾ മെയിനായിട്ട് മാറ്റി വയ്ക്കുന്നത്. സിങ്കിങ് ഫണ്ടിൽ നിന്നാണ് എക്സ്പെൻസസ്, അതായത് എമൗണ്ട് നീഡഡ് ഡിപ്പെൻസ് ഓൺ എക്സ്പെൻസസ്. അതെന്തായിരിക്കും, അതൊരു എക്സ്പെൻസസ് വരുമ്പോൾ ആ എക്സ്പെൻസസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എത്ര എമൗണ്ട് ആവുന്നു എന്നുള്ളത് നമ്മൾ ആ ഒരു ഫണ്ടിൽ നിന്ന് എടുക്കും. അതിനെയാണ് സിങ്കിങ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പം സ്പെസിഫിക് റിസർവ്സ് ഉണ്ട്, സീക്രട്ട് റിസർവ്. ഇതിനകത്ത് മെയിനായിട്ട് ചോദിക്കാൻ പറ്റുന്നത് ഈ ടൈപ്പ് ഓഫ് ഫണ്ടുകൾ, റിസർവുകൾ ഡെഫിനിഷൻ തന്നിട്ട് ഏതാണെന്ന് ചോദിക്കാം. പിന്നെ പ്രോബ്ലമായിട്ട് നമുക്ക് ഡിപ്രീസിയേഷൻ കാണാനുള്ള ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലോ ഡിമിനിഷിങ് മെത്തേഡിലോ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. നെക്സ്റ്റ് മൊഡ്യൂൾ 4 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ടേമുകൾ? മെയിനായിട്ട് നമുക്കിതിൻ്റെ ഓരോന്നും എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചെക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, പ്രോമിസറി നോട്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടോ. ഇതിൻ്റെ ഡെഫിനിഷൻ തന്നിട്ട് ഇത് 3 ഓപ്ഷൻസിൽ കാണും. അപ്പം ഇതൊക്കെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആക്റ്റിൽ വരുന്നതാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881, ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെക്ഷൻ ചോദിക്കാം. സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. പിന്നെ എന്താ പ്രോമിസറി നോട്ട് സെക്ഷൻ, പ്രോമിസറി നോട്ട് സെക്ഷൻ എത്രയാണ്, 4 ആണ്. സെക്ഷൻ 6 എന്താണ്, ചെക്കാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ അതിൽ ചോദിക്കാം. പിന്നെ കൈൻഡ്സ് ഓഫ് ബില്ല്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബില്ലുകൾ നമ്മൾ ആ മൊഡ്യൂളിൽ നോക്കിയായിരുന്നു. പിന്നെ ഡ്രോയി ആരാണ്, പേയി ആരാണ്, പ്രോമിസറി നോട്ടിലും അവരുടെ പാർട്ടീസൊക്കെ ആരൊക്കെയാണെന്ന് ചോദിക്കാം. അഡ്വാൻറ്റേജസ്, മെച്യൂരിറ്റി ഓഫ് ബില്ല്, ഇതൊക്കെ ഓരോ ടേമുകളാണ്. എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു ടേം എന്താണ്,
ഇത് വളരെ ഇതിൽ നിന്ന് ഒരുപാട് നമുക്ക് വൈഡായിട്ടില്ല, എന്നാലും ഈ ടേമുകളെല്ലാം ഒന്ന് ജസ്റ്റ് തിയറി വായിച്ച് വെച്ചേക്കുക, മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ മീനിങ്ങുകൾ, എന്താണ് എൻഡോഴ്സ്മെൻറ്റിൻ്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ ഡിസോണർ ഓഫ് ബില്ല് ഡിസോണർ ആവുക അതിൻ്റെ മീനിങ് എന്താണെന്ന് പഠിക്കുക, നോട്ടിങ് എന്താണെന്ന് പഠിക്കുക, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ചെക്കുകളുണ്ട്. ചെക്ക് തന്നെ പല ടൈപ്പിലും നമ്മൾ പഠിച്ചു, അതൊരു പാർട്ടായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് മൊഡ്യൂൾ 4 നോക്കുക. ക്രോസിങ് ഓഫ് ചെക്ക്, ഇതെല്ലാം ഓരോ ടേമാണ്. അപ്പോൾ ആ ടേമിൻ്റെയൊക്കെ മീനിങ് അറിഞ്ഞു വെച്ചാൽ തന്നെ, കാണാതെ പഠിക്കേണ്ട, മീനിങ് അറിഞ്ഞു വെച്ചാൽ തന്നെ നമുക്കിത് സിമ്പിളാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പം 3 മാർക്ക് അതിൽ നിന്നും കിട്ടും. നെക്സ്റ്റ് മൊഡ്യൂൾ 5 ആണ് പ്രിപ്പോർഷൻ റിലേറ്റഡ് ടു വോഗേജ് അക്കൗണ്ട്. നമ്മളിത് പഠിച്ചതാണ് വോഗേജ് അക്കൗണ്ട്സുകൾ. ഈ ഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലാണ് പഠിച്ചത്. 3 മാർക്കുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല വോഗേജിൽ നിന്ന്, എന്നാലും അഡ്രസ് കമ്മീഷൻ, ഓരോ ടേമുകളാണ്. നേരത്തെ പറഞ്ഞ പോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മൊഡ്യൂൾ പഠിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ടേമുകൾ, വോഗേജ് അക്കൗണ്ട് എന്താണെന്ന്, ഫ്രൈറ്റ് എന്താണ്, പാസേജ് മണി, പ്രിമേജ്, ഇതിൻ്റെയൊക്കെ ഓരോ ടേമും എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ബങ്കർ കോസ്റ്റ്, പോർട്ട് ചാർജസ്, ഇതൊക്കെ എന്താണ് നമ്മൾ ആ ഒരു മൊഡ്യൂളിൽ വ്യക്തമായിട്ട് ആ ഒരു ടേം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് മീനിങ് മലയാളത്തിൽ മനസ്സിലാക്കി വെച്ചിരുന്നാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഓപ്ഷൻ ഇതെല്ലാം തന്നേക്കും. അതാണ് പ്രത്യേകത. 4 ഓപ്ഷനും സെയിം ഈ ഒരു ഓപ്ഷനിൽ നിന്ന് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരാം. ഓരോ ടേമും എന്താണെന്ന് മീനിങ് മനസ്സിലാക്കി പഠിച്ചാൽ മതി. നെക്സ്റ്റ് 6ാമത്തെ മൊഡ്യൂളാണ് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ. എന്താണ് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ? നമ്മൾ പഠിച്ചു ബാലൻസിനെ സെൽഫ് ബാലൻസിങ്. അപ്പം ജനറൽ ലെഡ്ജർ, ഡെറ്റേഴ്സ് ലെഡ്ജർ, ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. അപ്പോൾ ഇതിലെന്താണ് സെക്ഷണൽ ബാലൻസിങ്ങും സെൽഫ് ബാലൻസിങ്ങുമാണ് ഇതിനകത്ത് മെയിനായിട്ട്. അതിൻ്റെ വർക്കിങ്, ഇതിൽ നിന്നും വലുതായിട്ട് പ്രോബ്ലംസ് ഒന്നും ചോദിക്കില്ല, പക്ഷേ ചിലപ്പം എന്താണ് ഡിഫറൻസ്, അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് സെൽഫ് ബാലൻസിങ് എന്താണ്, സെക്ഷണൽ ബാലൻസിങ് എന്താണ്, അതിൽ അഡ്ജസ്റ്റിങ് എൻട്രീസ്, നമുക്കതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങിലും ഒക്കെ വരുന്നത്, അതിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു 6th മൊഡ്യൂളിൽ പറഞ്ഞു പോയത്. വളരെ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ചാപ്റ്റർ അല്ല മൊഡ്യൂൾ 6, എന്നാൽ പോലും അതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. 7ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ്, റവന്യൂ അക്കൗണ്ട്സ്, ക്യാപിറ്റൽ ആൻഡ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. 3 മാർക്ക്. ഇത് ഇമ്പോർട്ടൻ്റ് മൊഡ്യൂളാണ്. ഇതിൽ നമുക്ക് ഓരോ അക്കൗണ്ട്, റിസർവ് അക്കൗണ്ട് എന്താണ്, റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഇതൊക്കെ ഒരു നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടുകളാണ്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസുകൾ, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് കിട്ടുന്നത്, പ്രിലിമിനറി എക്സ്പെൻസ് അതിനൊരു എക്സാമ്പിളാണ്. റവന്യൂ റെസീപ്റ്റ്സ്, ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്സുകൾ, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും പോലെ നമ്മൾ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷനിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും. അതായത് റവന്യൂ റെസീപ്റ്റ്സ്, ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പിന്നെ ഇതിൻ്റെ ഡിഫറൻസ്, ഇത് 7ാമത്തെ മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിതിൽ ഓരോ അക്കൗണ്ട്സുകളും ഏതൊക്കെ നേച്ചറിലുള്ള ഐറ്റംസ് ആണ് അതിൽ വരുന്നത്, അതിൻ്റെ എക്സാമ്പിൾസുകൾ നോക്കി പഠിക്കുക. നെക്സ്റ്റ് 8ാമത്തെ മൊഡ്യൂള് മാനുഫാക്ചറിങ് ആൻഡ് വർക്കിംഗ് അക്കൗണ്ട്സ് ആൻഡ് കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനീസ്. അപ്പം കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനീസ് അത് 3 മാർക്കുണ്ട് 8ാമത്തെ മൊഡ്യൂളിൽ നിന്നും. നമ്മൾ പഠിച്ചത് അത് കോസ്റ്റിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. കോസ്റ്റ് അക്കൗണ്ട് നമ്മളിവിടെയാണ് തുടങ്ങിയത്. മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്താണെന്ന് നോക്കി അതിൽ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഫിനാൻഷ്യൽ കോസ്റ്റ്, പിന്നെ പ്രൈം കോസ്റ്റ് എന്താണ്, ഡയറക്റ്റ് കോസ്റ്റ് തന്നെയാണ് പ്രൈം കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതൊരു പ്രോബ്ലമാണ്. പ്രൈം കോസ്റ്റ് കാണാനും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണാനും ഉള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കുക, പഠിക്കുക. അത് പ്രോബ്ലമായിട്ട് തന്നെ ചോദിക്കും. പിന്നെ എന്താണ് കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനീസ്, അത് എന്താണ് നമ്മൾ ഓയിൽ റിഫൈനറി കമ്പനീസൊക്കെ ഫോളോ ചെയ്യുന്ന, ഗോൾഡ് മൈനിങ് കമ്പനീസൊക്കെ ഫോളോ ചെയ്യുന്ന ബുക്കുകളാണ് കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനീസ്. അപ്പോൾ അതിൽ വരുന്ന ടേംസുകളൊക്കെ മനസ്സിലാക്കുക. പ്രോബ്ലം വരുന്നത് ഈ പ്രൈം കോസ്റ്റും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കാണാൻ ഇക്വേഷൻ ഉണ്ട്, അത് കാണാതെ പഠിക്കുക. അതിൽ വരുന്ന ഐറ്റംസ് എന്താണെന്ന് പഠിക്കുക. അതിൽ നിന്നൊരു പ്രോബ്ലം മസ്റ്റായിട്ട് ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് 9 കോസ്റ്റ് അക്കൗണ്ട്സ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിൻ്റെ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള പോർഷൻസാണ് 3 മാർക്ക്. അതിൽ നമുക്ക് എന്താണ് ക്ലാസ്സസ് ഓഫ് അക്കൗണ്ട്സ്, ഒബ്ജക്റ്റീവ്സ്, ലേബർ ഇൻ കോസ്റ്റിംഗ് സിസ്റ്റം, മെത്തേഡ്സ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് വേജസ്, മെറ്റീരിയൽസ് ഇൻ കോസ്റ്റിംഗ് സിസ്റ്റം,
ഓവർ ഹെഡ് അലോക്കേഷൻസ്, എന്താ അപ്പോയിൻമെൻറ്റ്സ് ആൻഡ് റീ അപ്പോയിൻമെൻറ്റ്സ്, മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് തന്നെയാണ്. എന്താണ് ജോബ് കോസ്റ്റ്? അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ട്. അത് ഓരോ കമ്പനിയും അവർക്ക് ഇഷ്ടപ്പെട്ട, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള, അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ചേർന്ന് പോകുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആയിരിക്കും അവർ ചൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ജോബ് കോസ്റ്റിംഗ് ആയിരിക്കാം, പ്രോസസ് കോസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ മെഡിസിനൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ബാച്ചസ് ആയിട്ടാണെന്ന് പറഞ്ഞു. അവർ മെഡിസിൻ മാനുഫാക്ചറിങ് കമ്പനിയാണെങ്കിൽ ബാച്ച് കോസ്റ്റിംഗ് ആയിരിക്കും അവർ എടുക്കുന്നത്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് മാനുഫാക്ചറിങ് കമ്പനിയാണ്, കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, അവർ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അതിൽ ഈ ഒരു 9ാമത്തെ മൊഡ്യൂളിൽ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓവർ ഹെഡ് അലോക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് 10ാമത്തെ മൊഡ്യൂൾ എന്താണ്? 10ാമത്തെ മൊഡ്യൂൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. അതും 3 മാർക്ക് അതിനും ഉണ്ട്, ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. അപ്പം ഡബിൾ അക്കൗണ്ട്സ് എന്താണ്, ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ അക്കൗണ്ട് എന്താ, നമ്മൾ പറഞ്ഞു എല്ലാ ഡെബിറ്റിനും ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ 2 ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ അക്കൗണ്ട്, ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എവിടെയാണ്? ആദ്യമാണ് ലൂക്ക പാസിയോളിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞാണ് വന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം പഠിക്കണം. അപ്പം എന്താ ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ ചോദിക്കാം, എന്തൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജസ് ഓൾമോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മീനിങ് കിട്ടും, ഡിഫറൻസ് കിട്ടും. ഡിഫറൻസ് നോക്കിയാലും നമുക്കതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നാലും സ്റ്റേറ്റ്മെൻറ്റിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് തരും, ബോത്ത് വരാം, പിന്നെ നൺ ഓഫ് ദിസ് വരാം. അപ്പം നമുക്ക് മെയിനായിട്ട് ഇതിൽ നിന്ന് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പം ഡബിൾ അക്കൗണ്ട് സിസ്റ്റം 3 മാർക്ക്. ഇതെല്ലാം കൂടെ 10 ചാപ്റ്ററിൽ നിന്ന് 30 മാർക്കാണ്. ഇത്രയൊക്കെയാണ് ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. പ്രോബ്ലം വരുന്നത് 2-3 പോർഷൻസിനെ വരാൻ ചാൻസ് ഉള്ളൂ. ബാക്കിയൊക്കെ തിയറി പോർഷനാണ്. ജസ്റ്റ് മനസ്സിലാക്കി, അർത്ഥം മനസ്സിലാക്കി, ടേംസുകൾ മനസ്സിലാക്കി പഠിക്കാനുള്ളത് കുറേ ഉണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, പ്രോമിസറി നോട്ട്, പിന്നെ റവന്യൂ റെസീപ്റ്റ്സ്, ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഒക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടൻസി പാർട്ടിൽ നിന്നുള്ളത്. താങ്ക് യു.